സൈക്കിൾ യാത്രയ്ക്കിടെ കാറിടിച്ച് കാലിലും തോളിലും തകർന്ന് ഗുരുതര പരിക്കേറ്റ പെയിന്റിംഗ് തൊഴിലാളി 3 ആഴ്ചയിലധികമായി കിടക്കയിൽ ചികിത്സയിലാണ്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി തളിച്ചാലത്തെ 39-കാരനായ കുന്നിയൂർ വിനീതാണ് തന്നെ ഇടിച്ചു തെറിപ്പിച്ച കാർ തിരിച്ചറിയാനോ തുടർ ചികിത്സ നടത്താനോ കഴിയാതെ വലയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോർട്ട്. കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 11 രാത്രി 9 ഇളമ്പച്ചി ബന്ധുവീട്ടിൽ പോയി സൈക്കിളിൽ തിരിച്ചു വരുമ്പോൾ പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലായിരുന്നു അപകടം. സൈക്കിളിൽ സഞ്ചരിച്ച വിനീതിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആദ്യം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും പിന്നീട് കണ്ണൂർ മിംസ് ആശുപത്രിയിലും ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. അപകടത്തിൽ വിനീതിന്റെ വലത് കാൽമുട്ടിന് താഴെ 2 ഇടങ്ങളിലും തോളിലും പൊട്ടി. 3.5 ലക്ഷത്തിൽ പരം രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചെലവായി. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുന്ന വിധത്തിൽ പോക്കറ്റ് റോഡിലായിരുന്നു ഇവരെ വീട്. അവിടുന്ന് മെയിൻ റോഡിലെത്തി എൻ്റെ വാഹനം സൈക്കിളായിരുന്നു. സൈക്കിൾ എടുത്തിട്ട് ഞാൻ വരികയായിരുന്നു. അത് തൃക്കരിപ്പൂർ ഭാഗത്ത് തെക്കുംപാട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് 100 മീറ്റർ അപ്പുറത്തി കുറച്ച് സൈക്കിൾ എടുത്ത് മുമ്പിലോട്ട് പോകുന്ന സമയത്ത് പയ്യന്ന് വന്ന കാറ് ഇടിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒന്നും നോർമലായിട്ട് ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഓർമ്മ. വിനീതിന്റെ അമ്മ ഭവാനി വീണ് തുടയിൽ തകർന്ന് ചികിത്സയ്ക്കിടയിൽ ഈ വർഷം ജൂണിൽ മരിച്ചതോടെ തളിച്ചാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മറ്റൊരാളുടെ സഹായമില്ലാതെ ഭക്ഷണത്തിനോ ടോയ്ലറ്റിൽ പോലും പോകാനോ കഴിയില്ല. ഹോം നഴ്സിന്റെ സഹായത്തിലാണ് വിനീത് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. വിനീതിന്റെ ചികിത്സ നടത്തുന്നതിന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.